ദേശീയപാത വികസനത്തിന്റെ പേരിൽ ആർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ലെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉറപ്പ് നൽകി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രദേശവാസികളുടെ പരാതിയിൽ സ്ഥലം സന്ദർശിക്കാനെത്തിയതായിരുന്നു എം പി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് തലക്കോട് വില്ലാഞ്ചിറ ഭാഗത്തായി നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനം പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും കുടിവെള്ളവും ദുഷ്കരമാക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ സമരവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KCV നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനു പിന്നാലെയാണ് എംപിയുടെ ഇടപെടൽ. നമ്മുടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉണ്ടാവുകയും അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് MP എന്നുള്ള നിലയിൽ ഞാനും NH 85-ന്റെ പ്രോജക്ട് ഡയറക്ടറായിട്ടുള്ള ശ്രീ പ്രദീപ് കുമാറും മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നത്തെ ദിവസം സ്ഥലം സന്ദർശിച്ചത്. അപ്പോൾ ഈ പരാതികളെല്ലാം ഗൗരവമുള്ളതാണെന്ന് ബോധ്യപ്പെടുകയും ഒരാളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്നും ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകുകയാണ്. ഇവിടെ മിക്കവാറും ആളുകളുടെ വഴി യാത്ര പോലും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നിർമ്മാണങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതോടൊപ്പം ചിലയിടങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന വാഹനം കടന്നുപോയിക്കൊണ്ടിരുന്ന വഴിയും ഇപ്പോൾ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ആ ഒരു ഘട്ടത്തിലാണ് വലിയ തോതിലുള്ള പരാതികൾ ഉണ്ടായത്. ആ പരാതികൾ കൃത്യമായി നേരിട്ട് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വഴികളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ആരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനവും ഇവിടെ അനുവദിക്കത്തില്ല. MP എന്നുള്ള നിലയിൽ ആ ഒരു കാര്യത്തിൽ 100% ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച നടത്തുകയുണ്ടായി. അപ്പോൾ അത് ഈ കാര്യത്തിൽ എല്ലാവർക്കും MP എന്നുള്ള നിലയിൽ ഉറപ്പ് നൽകുകയുമാണ്. ചൊവ്വാഴ്ച വൈകിട്ടോടെ MPയും NH അധികൃതരും ചേർന്ന് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലും പ്രദേശവാസികളുമായി നേരിട്ട് സംസാരിച്ച് ബോധ്യപ്പെട്ടതിലൂടെയുമാണ് പ്രദേശവാസികൾക്ക് MP ഉറപ്പ് നൽകിയത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.